യേശുവിൽ പ്രിയപ്പെട്ടവരെ, മാതാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ നാമും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തേണ്ടവരാണ്. അതിനായി എന്ത് ചെയ്യണമെന്ന് ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യമായി അവിടുന്ന് അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം. നാളെക്കുറിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആകുലതയും അസ്വസ്ഥതയും ഉണ്ടാകുന്നെങ്കിൽ വിശ്വാസക്കുറവ് നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഫിലിപ്പോസ് പറഞ്ഞതുപോലെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, അത് മതി. ഈശോയെ കൊണ്ട് തൃപ്തി അടയാൻ നമുക്ക് സാധിക്കണം. ഉള്ളത് കൊണ്ട് തൃപ്തി അടയാൻ, പരാതികളില്ലാതെ ആകുലതകളില്ലാതെ ജീവിതം. ഈശോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കൽപ്പന, പരസ്പരം സ്നേഹിക്കണം, സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം, സഹിഷ്ണുതയോടെ പെരുമാറണം. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നടന്നാൽ മാത്രം പോരാ, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. ഇതാ കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ ദാസൻ എന്ന മനോഭാവം. സക്കേവൂസിനെ പോലെ നമുക്കുള്ള സമയം, ആരോഗ്യം, പണം ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള ഒരു മനസ്സുണ്ടാവുക. അനുദിനം സാധിക്കുമ്പോഴൊക്കെ ഈശോയെ സന്ദർശിക്കാനും ഈശോയെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.